الرحمن الرحيم اقرأ باسم ربك الذي خلق 14 നൂറ്റാണ്ടുകൾക്കു മുമ്പൊരു പുലരിയിൽ മക്കത്തൊരു വസതിയിൽ ജനിച്ചു പാരിതിൻ തമസ്സകറ്റുവാൻ ജ്വലിച്ചു തിങ്കളായി മഹൽ പ്രവാചകൻ. ഇലാഹ് ഏകനെന്നരുളി കൺമണി ഉലകിൽ നേർവഴി തെളിച്ചിതു നബി. കറുത്തവൻ വെളുത്തവൻ അജമിയും അറബിയും ഒന്നെന്നരുളി നായകർ. അബലരംഗനാമണികളിൽ സ്നേഹം ചൊരിഞ്ഞ് മാതൃക പകർന്നു ചെയ്ത് ഇരുളിലാണ്ടൊരാധമവർഗത്തിനൊരു പുതുയുഗപ്പിറവി നൽകിയോ. തുറുങ്കിൽ വീർപ്പടച്ചിരിക്കും നീതിയെ പുറത്തിറക്കുവാൻ അണഞ്ഞ മോചകൻ. കൊളുത്തുവാൻ മനസ്സകമിൽ വിശ്വാസ വിളക്കുമായി വന്നു യുഗപ്രവാചകൻ. കൊളുത്തുവാൻ മനസ്സകമിൽ വിശ്വാസ വിളക്കുമായി വന്നു യുഗപ്രവാചകൻ. വിളക്കുമായി വന്നു യുഗപ്രവാചകൻ. ഇത് മദീനത്തു ത്വയ്യിബ. പ്രവാചക പൂമേനിയുടെ പുണ്യനഗരം. പരസഹസ്രം പ്രവാചകന്മാരിലൂടെ തലമുറകളിലേക്ക് കൈമാറിയ അമര സന്ദേശത്തിന് പൂർത്തീകരണം കുറിച്ച വിശ്വവിമോചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഹരിതനഗരിയിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ ജബലന്നൂരിൽ നിന്ന് കൂരിരുട്ടു പരന്ന ദിഗന്ധങ്ങളിലേക്ക് നിറപ്രഭ ചൊരിഞ്ഞ ആ താരോദയം ഈ വിശുദ്ധ നഗരിയിൽ നിത്യവസന്തമാവുകയായിരുന്നു. അനുഗ്രഹീത മതത്തിന്റെ ദീപ്ത സന്ദേശങ്ങൾ അനേകായിരം ശിഷ്യഗണങ്ങളിലേക്ക് പകർന്നു നൽകിയാണ് പ്രവാചകർ കടന്നുപോയത്. ആശ്ലേഷിച്ച ആശയങ്ങളെ അവരിലെത്തിക്കാനും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാനും ജീവിതകാലത്തു തന്നെ തിരുനബി ആവശ്യമായത് ചെയ്തിരുന്നു. ഗോത്രനായകരെ വിശുദ്ധ മതത്തിലേക്ക് ക്ഷണിച്ചും ഭരണാധികാരികൾക്ക് സന്ദേശമെത്തിച്ചും പ്രബോധന മേഖല സാർവത്രികമാക്കി ഇസ്ലാമിക മുന്നേറ്റത്തിന് തിരികൊളുത്തിയുമായിരുന്നു ആ പുണ്യവിയോഗം. ആത്മപ്രഭയുടെ അനന്തസ്രോതസ്സായ പ്രവാചകത്വത്തിന്റെ ഈ ദീപശിഖയിൽ നിന്ന് വെളിച്ചം കൊളുത്തിയ 10,000-കണക്കിന് അനുയായികൾ ഇസ്ലാമിക സന്ദേശവുമായി അഷ്ടദിക്കുകളിലേക്കും കുതിക്കുന്നതിന് ഈ വിശുദ്ധ നഗരത്തിന്റെ പഞ്ചാരമണൽത്തരികൾ ഒട്ടേറെ സാക്ഷിയായിട്ടുണ്ട്. ഇത് ചരിത്രങ്ങൾ ഉറങ്ങുന്ന കൊടുങ്ങല്ലൂർ പട്ടണം. 3 സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ള വൈദേശിക വാണിഭ ബന്ധത്തിന്റെ ചൂടും ചൂരും അലിഞ്ഞു ചേർന്നതാണ് ഈ ചരിത്രഭൂമി. അറേബ്യൻ രാജ്യങ്ങളുമായി മാത്രമല്ല, ആഫ്രിക്ക, ഏഷ്യൻ കിഴക്കൻ രാജ്യങ്ങൾ, ഗ്രീക്ക്, റോം, ഈജിപ്ത് തുടങ്ങിയ പുരാതന സംസ്കാരത്തിന്റെ ആവാസ കേന്ദ്രങ്ങൾ എന്നിവയുമായെല്ലാം മധ്യകേരളത്തിന്റെ ഈ ഹൃദയതീരത്തിന് നിരന്തര ബന്ധങ്ങളുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിനുണ്ടായിരുന്ന വൈദേശിക ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും അറബ് നാടുകളുമായുള്ള വ്യാപാര ഇടപാടുകളായിരുന്നുവെന്ന് ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപുരാതനമായ 4 മതങ്ങളുടെയും സംഗമവേദിയാണ് ഈ ചരിത്ര നഗരം. തദ്ദേശീയമായ ഹൈന്ദവ മതവും ജോസഫ് റബ്ബാനയിലൂടെ പ്രചരിച്ച ജൂതമതവും സെയിന്റ് തോമസ് കൊണ്ടുവന്ന ക്രൈസ്തവ മതവും മാലിക് ഇബ്നു ദീനാറിലൂടെ സാന്നിധ്യമറിയിച്ച ഇസ്ലാം മതവും ഈ വിഖ്യാത മണ്ണിലാണ് ഇന്ത്യയിൽ ആദ്യമായി വേരൂന്നിയത്. പ്രൗഢമായ പാരമ്പര്യമുള്ള മുസ്ലിം കേരളത്തിന് പ്രതാപത്തിന്റെ ചിറകു നൽകിയ വിശുദ്ധ മസ്ജിദാണ് കൊടുങ്ങല്ലൂരിലെ ഈ ചേരമാൻ പള്ളി. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഒന്നാമതായ ഈ മുസ്ലിം പള്ളി ആദ്യ മുസ്ലിം മിഷണറി സംഘത്തോടുള്ള ആദരവും ആതിഥ്യമര്യാദയും കാരണം നിർമ്മല ഹൃദയനായ ഹൈന്ദവ ചക്രവർത്തി പണികഴിപ്പിച്ചു കൊടുത്തതായിരുന്നു. പള്ളിക്കാവശ്യമായ ഉറപ്പേറിയ കല്ലുകളും
വിദഗ്ധരായ തച്ചുശാസ്ത്രജ്ഞരെയും കൊട്ടാരം വക നൽകി എന്നു മാത്രമല്ല, മുസ്ലിം കോളനിയുടെ മേലന്വേഷണം കൂടി അന്നത്തെ കൊടുങ്ങല്ലൂർ രാജാവ് നിർവഹിച്ചിരുന്നുവെന്നും പള്ളിക്കും രാജാവിന്റെ അരമനയ്ക്കുമിടയിലുള്ള ദൂരം ഒരു വിളിപ്പാടകലം മാത്രമായിരുന്നുവെന്നും ചരിത്രകാരനായ P.A. സയ്യിദ് മുഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ മുസ്ലിം പ്രബോധക സംഘത്തിന്റെ അമരക്കാരനായ മാലിക് ഇബ്നു ദീനാർ തന്നെയായിരുന്നു ഈ പള്ളിയിലെ ആദ്യത്തെ കാളിയും. കൊടുങ്ങല്ലൂരിലെ അല്പകാല വാസത്തിനുശേഷം മാലിക് ഇബ്നു ദീനാർ ആദ്യം തെക്കൻ കേരളത്തിലെ കൊല്ലത്തേക്കും അവിടെ നിന്ന് തീരദേശങ്ങളിലൂടെ വടക്കോട്ട് സഞ്ചരിച്ച് ചാലിയം, പന്തലായനി, ധർമ്മടം, മാടായി, ശ്രീകണ്ഠപുരം, ഏഴിമല, കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിലും എത്തി. ആദ്യ മുസ്ലിം കോളനികളായ ഈ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പള്ളികൾ പണിയുകയും വിശുദ്ധ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന 10 വെള്ള മാർബിൾ കല്ലുകളിൽ ഓരോന്നും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ഇസ്ലാമിക സാന്നിധ്യത്തിന്റെ പ്രൗഢ തെളിവുകളായ പ്രസ്തുത പ്രാചീന പള്ളികളൊന്നും തനത് രൂപത്തിൽ ഇന്ന് നിലകൊള്ളുന്നില്ലെങ്കിലും പഴമയുടെ ഈ വിളക്കുമാടങ്ങൾ അല്പം പോലും സ്ഥാനചലനങ്ങളില്ലാതെ നിലകൊള്ളുന്നുവെന്നാണ് ഓരോ സ്ഥലത്തെയും ചരിത്രജ്ഞാനികളായ കാരണവന്മാർ അവകാശപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുചരന്മാരും കൂടി 11 പള്ളികളോളം നിർമ്മിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ മാലിക് ദിനാർ ജുമാ മസ്ജിദ്. ഈ മുംബൈയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പല പ്രാവശ്യമായിട്ട് ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടെന്ന ചരിത്രങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത്. പള്ളി പുതുക്കി പണിയപ്പോൾ ഇതിന്റെ സ്മാരകങ്ങളെല്ലാം പലതും നഷ്ടപ്പെട്ടെങ്കിലും ഈ മിമ്പറയും ഈ വാളും അതുപോലെ അവിടുന്ന് കൊണ്ടുവന്ന ആ വെണ്ണക്കല്ലുമാണ്. മാലിക് ഇബ്നു ദീനാറിന്റെ സഞ്ചാരങ്ങളിലെല്ലാം ഒരു നിഴലെന്ന പോലെ മാലിക് ഇബ്നു ഹബീബുമുണ്ടായിരുന്നു. 10 പള്ളികളുടെയും പണി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും കൊടുങ്ങല്ലൂരിൽ തിരിച്ചെത്തിയെങ്കിലും അധികകാലം കഴിയുന്നതിനു മുമ്പ് മാലിക് ഇബ്നു ദീനാർ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ഖുറാസാനിൽ മരണപ്പെടുകയുമാണുണ്ടായത്. സർവാംഗീകൃതനും സർവാദരണീയനുമായ മാലിക് ഇബ്നു ഹബീബ് കൊടുങ്ങല്ലൂരിൽ തന്നെ കഴിച്ചുകൂട്ടുകയും അവിടെ വെച്ച് പരലോകപ്രാപ്തനാവുകയുമാണ് ചെയ്തതെന്ന് ചരിത്രഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിരന്തര പ്രവർത്തനങ്ങൾ കാരണം കേരളത്തിലെ ഗ്രാമങ്ങളിൽ പള്ളികളോടൊപ്പം മുസ്ലിം കോളനികളും നഗരങ്ങളും ഉയർന്നുവന്നു. ഹിജ്റ 8-9 നൂറ്റാണ്ടുകളിൽ ഈ വളർച്ചയ്ക്ക് കരുത്തുകൂടി. ദക്ഷിണ കേരളത്തിൽ പൂന്തുറ, പരവൂർ, വർക്കല എന്നിവിടങ്ങളും മധ്യകേരളത്തിൽ കൊച്ചി, ആലുവ, എടവനക്കാട്, ചേറ്റുവ, ചാവക്കാട് എന്നീ സ്ഥലങ്ങളും മധ്യ മലബാറിൽ കോഴിക്കോട്, ചാലിയം, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, പൊന്നാനി, താനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും വടക്കൻ കേരളത്തിൽ കൊയിലാണ്ടി, നാദാപുരം, കണ്ണൂർ, വളപട്ടണം, കാസർഗോഡ് എന്നിവിടങ്ങളും അങ്ങനെ ശക്തമായ മുസ്ലിം കേന്ദ്രങ്ങളായി മാറി. പൗരാണിക മുസ്ലിം നിറസാന്നിധ്യത്തിന്റെ പ്രതീകങ്ങളും ജീവസുറ്റ തെളിവുകളുമായി നിരവധി പുരാതന ശ്മശാനങ്ങളും മസാറുകളും കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാണാം. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറിനടുത്ത ചരിത്രപ്രസിദ്ധമായ നിലാമുറ്റവും തലശ്ശേരിക്കടുത്ത പെരിങ്ങത്തൂരും കോഴിക്കോട് ജില്ലയിലെ പാറപ്പള്ളിയും മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത മൂന്നാക്കലുമെല്ലാം ഇതിന്റെ ഏതാനും ഉദാഹരണങ്ങളാണ്. നിരായുധരും നിഷ്കളങ്ക ഹൃദയരുമായി കടൽ കടന്നെത്തുകയും
സൗന്ദര്യത്തികവിന്റെ സുഹൃത സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്ത ആദ്യകാല മുസ്ലിങ്ങളുടെ അതുല്യമായൊരു സമുദായ പടയണിയാണ് ഇവിടെ രൂപം പ്രാപിച്ചത്. ജാതീയ കുശുമ്പിന്റെ മാറാപ്പു പേറി മനം മടുത്ത ഇവർ സർവസമത്വത്തിന്റെ ശാദ്വല തീരത്തെത്തിയപ്പോൾ പുതിയൊരു മനുഷ്യരാവുകയായിരുന്നു. കലയും ഭാഷയും സാഹിത്യവുമൊക്കെ സ്വതസിദ്ധമായി ആവിഷ്കരിച്ച് സർവാദരണീയരായ ഇവർ മഹാപിള്ളമാരായെന്ന് മാത്രമല്ല, അധികാരാരോഹണവും നടത്തി അഭിമാനത്തിന്റെ കൊടുമുടി കയറിയെന്നാണ് ചരിത്രം. കണ്ണൂരിലെ അറക്കൽ രാജവംശവും സാമൂതിരിയുടെ വിശ്വസ്ത സേനാനായകരും മലബാറിന്റെ കാവൽഭടന്മാരുമായിരുന്ന കുഞ്ഞാലിമരക്കാർമാരും ഈ പ്രൗഢസാന്നിധ്യത്തിന്റെ അനശ്വര സ്മരണകളാണ്. മനസ്സിൽ വിശ്വാസത്തിന്റെ അഗ്നിജ്വാലകളും ഹൃദയം നിറഞ്ഞ പോരാട്ട വിപ്ലവ വീര്യങ്ങളും നെഞ്ചേറ്റിയ മാപ്പിളമാർ കേരള ചരിത്രത്തിൽ തീർത്ത വീരഗാഥകൾ വിസ്മയാവഹമാണ്. കുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ, പുത്രൻ ഫല്ലൽ തങ്ങൾ, വെളിയങ്കോട് ഉമർ കാളി, നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവർ ദേശദ്രോഹികൾക്കെതിരെ സമരാഗ്നിയൊരുക്കിയ തീപ്പന്തങ്ങളായിരുന്നു. ചേറൂർ ലഹളയും പൂക്കോട്ടൂർ യുദ്ധവും മലപ്പുറം ഏറ്റുമുട്ടലുമെല്ലാം അവരുടെ വീര്യത്തിന്റെ ഉജ്ജ്വല നിദർശനങ്ങളായിരുന്നു. അറബി മലയാള ലിപിയും മാപ്പിള സാഹിത്യങ്ങളും ഒട്ടേറെ മാപ്പിള കലകളും ഇവർക്ക് സ്വന്തമായി അവകാശപ്പെടാനുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ മുഈൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നിവയും കോഴിക്കോട് കുറ്റിച്ചിറയിൽ അന്ത്യനിദ്ര കൊള്ളുന്ന കാളി മുഹമ്മദിന്റെ മുഹിയുദ്ദീൻ മാലയും മഹാകവി മൊയിൻകുട്ടി വൈദ്യരുടെ നിരവധി രചനകളും ഇവയിൽ എടുത്തു പറയേണ്ടതാണ്. കേരള മുസ്ലിങ്ങളുടെ ദീപ്ത പൈതൃകങ്ങളെ സമ്പന്നമാക്കിയതിൽ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ പങ്ക് ഏറെ സുവിദിതമാണ്. മദീനയിൽ നബി തിരുമേനി ആരംഭിച്ച പള്ളി കേന്ദ്രീകരിച്ചുള്ള മതപാഠശാലയ്ക്ക് കേരളത്തോളം ഒരുപക്ഷെ മറ്റെവിടെയും സമാനതകളുണ്ടാവില്ല. താനൂർ വലിയ കുളങ്ങര പള്ളി, കുറ്റിച്ചിറ മിസ്കാൽ പള്ളി, മുച്ചുന്തിപ്പള്ളി, പൊന്നാനിയിലെ വലിയ ജുമഅത്ത് പള്ളി, നാദാപുരം പള്ളി എന്നിവ കേരളത്തിൽ പള്ളി ദർസിന്റെ പൗരാണികത തളം കെട്ടി നിൽക്കുന്ന ധന്യകേന്ദ്രങ്ങളാണ്. ഹിജ്റ 670 മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ ഹളറമി താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ സ്ഥാപിച്ച ദർസിന് ഹിജ്റ 1237 വെളിയങ്കോട് ഉമർ ഖാളിയും 1265 മമ്പുറം തങ്ങളുടെ കൂട്ടുകാരൻ ഔക്കോയ മുസ്ലിയാരും നേതൃത്വം നൽകിയിട്ടുണ്ട്. സമസ്തയുടെ സ്ഥാപക ഉപാധ്യക്ഷനായിരുന്ന പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ 1924 ഇതിനെ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജാക്കി ഉയർത്തി എന്നാണ് ചരിത്രം. പൊന്നാനിയിലെ മഖ്ദൂം പണ്ഡിതന്മാരാണ് കേരളത്തിലെ മതപഠനത്തിന് വ്യവസ്ഥാപിത രൂപവും കരിക്കുലവും തയ്യാറാക്കിയത്. ആധുനിക സ്ഥാപനവൽക്കരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടപ്പിലാകുന്നതുവരെ പള്ളിയിലെ ഈ വിളക്കത്തിരുന്നായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർ മതപഠനം ഔദ്യോഗികമായി പൂർത്തിയാക്കിയിരുന്നത്. 1915 സ്ഥാപിച്ചതാണ് തളിപ്പറമ്പിലെ ഖുവ്വത്തുൽ ഇസ്ലാം അറബി മദ്രസ. പ്രവാചക ശിഷ്യരായ സ്വഹാബികൾ മുതലുള്ള അറിവിന്റെ നിറസാഗരങ്ങളായ പണ്ഡിതന്മാരുടെ പരിരക്ഷണത്തിൽ വളർന്ന കേരള മുസ്ലിങ്ങൾക്കിടയിൽ 1920കൾ വരെ പുത്തനാശയക്കാരുണ്ടായിരുന്നില്ല. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ സുന്നികളല്ലാത്തവർ കേരളത്തിലുണ്ടായിരുന്നില്ലെന്ന് സർ വില്യം ലോഗൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 1922 രൂപീകൃതമായ കേരള മുസ്ലിം ഐക്യസംഘത്തിലൂടെയാണ് പൈതൃക സമ്പന്നമായ മുസ്ലിം കേരളത്തിലേക്ക് ബിദ്അത്തുകാരൻ ചേക്കേറിയത്.
കുതന്ത്രങ്ങളിലൂടെ സാധാരണക്കാരെ വലവീശി പിടിക്കുന്ന അവരെ പ്രതിരോധിക്കൽ പണ്ഡിത കേരളത്തിന്റെ ധർമ്മമായിരുന്നു. ഈ ദൗത്യനിർവഹണത്തിനായി 1925 കോഴിക്കോട് ജുമുഅത്ത് പള്ളിയിൽ സംഘടിച്ച സമുന്നതരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പണ്ഡിത സംഘടന രൂപീകരിച്ചു. വിപുലവും വ്യവസ്ഥാപിതവുമായ പ്രചരണങ്ങൾക്കു ശേഷം 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺഹാളിൽ സംഗമിച്ച പണ്ഡിത കേരളം പ്രസ്തുത സംഘടനയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു പ്രസിഡന്റ്. ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും നിബന്ധനകളുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഭരണഘടന തയ്യാറാക്കിയതിനുശേഷം 1934 നവംബർ 14 കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ സമസ്ത രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആദർശ പ്രചരണം, പ്രതിരോധം, അവകാശ സംരക്ഷണം, ഭൗതിക പുരോഗതി എന്നീ 4 അടിസ്ഥാന ലക്ഷ്യങ്ങളിലാണ് സമസ്ത നിലകൊള്ളുന്നത്. ഭരണഘടനയിലെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വിവരിക്കുന്ന എ, ബി, സി, ഡി വകുപ്പുകൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. സംഘടനയുടെ എക്കാലത്തെയും പ്രവർത്തന രീതി അതിനടിസ്ഥാനത്തിലാണ്. സമസ്ത പിന്നിട്ട അഭിമാനകരമായ 8 പതിറ്റാണ്ടിന്റെ ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുന്നു. കേരളത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും സാമൂഹ്യ സാംസ്കാരികമായ ഉന്നമനത്തിനു വേണ്ടിയും കുറിച്ചു വരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 80 പതിക്കമുള്ള പ്രസ്ഥാനം പല മണ്ഡലങ്ങളിലും ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിജ്ഞാനരംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ മഹത്തായ പ്രവർത്തനമാണ് ഇവർ സംഭാവന ചെയ്തിട്ടുള്ളത്. ഇന്ന് ആയിരക്കണക്കിൽ മദ്രസകൾ ഈ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതും വളരേണ്ടതും ആവശ്യമാണ്. ഇതിൽ സമയത്ത് തിരുത്താനം നീക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനം കൂടുതൽ സുദൃഢമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ 2.5 ദശകങ്ങളിൽ ആദർശ പ്രചരണത്തിനും പ്രതിരോധത്തിനുമാണ് സംഘടന ഊർജം ചെലവഴിച്ചത്. ബഹുമാനപ്പെട്ട നബിയും അവിടുത്തെ സഹാബത്തും ആ സഹാബത്തിനോട് പിൻപറ്റിയതായ താബീങ്ങൾ, തബഴ് താബീങ്ങൾ അടക്കം ഇന്നേ വരെ ഭൂമി ലോകത്ത് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും തസവുഫ് സംബന്ധമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നുവോ ആ പ്രവർത്തനങ്ങൾ അപ്പടി പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ജനങ്ങളോട് പറയുന്നത്. ആ പ്രവർത്തനം നിലനിർത്താനാണ് മഹാന്മാരായിരിക്കുന്ന മശായിഖന്മാർ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവറുടെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായത് ആ ആവശ്യത്തിനാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും കാലം മുതൽക്ക് നടന്നു പോന്ന പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്തി പ്രവർത്തിക്കുന്ന ചില വിദഈ പ്രസ്ഥാനക്കാർ പണ്ടുകാലത്ത് പുറപ്പെട്ടു. നമ്മുടെ കേരളത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് കാലക്രമീണയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരം മദീന പള്ളിയിലെ മിമ്പറയിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ, നമ്മളെ ഷാമിൽക്കും യമനിൽക്കും നീ ബർക്കത്ത് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു വഫീ നജ്ദിനാ, യമനും ഷാമും നബിയെ തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ, ബർക്കത്ത് കൊണ്ടുള്ള ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ. ഞാൻ നജ്ദ് നാട്ടുകാരനാണ്, ആ നജ്ദിൻ്റെ കാര്യത്തിലും ദുആ ചെയ്യണം. അപ്പോൾ റസൂല് പറഞ്ഞത് വമിൻഹാ യഖ്റുജു ഖർനു ശൈത്താൻ, ശൈത്താന്റെ പാർട്ടികൾ ആ നജ്ദിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഐക്യസംഘക്കാർ സമ്മേളനങ്ങളിലൂടെ ആശയപ്രചരണം നടത്തിയപ്പോൾ സമസ്ത അതേ ശൈലിയിൽ തന്നെ
മറുപടി നൽകി. അല്ലാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാം ദീൻ മാത്രമാണ്. ആ മഹത്തായിരിക്കുന്ന ദീൻ നമ്മുടെ കേരളക്കരയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നത് സഹാബിമാരാണ് എന്നതിൽ തർക്കമില്ല. അങ്ങനെ അവർ പ്രചരിപ്പിച്ച ആ ഇസ്ലാം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ദീർഘകാലം കേരളത്തിൽ നിലനിൽക്കുകയുണ്ടായി. മൈ യഈശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. എൻ്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ദീനീ രംഗത്ത് ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ എൻ്റെ ശരീരയും എൻ്റെ സഹാബത്തിൻ്റെ ശരീരയും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. വിധവി പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സജ്ജനങ്ങളെയും ശാപം അവരുടെ മേൽ ഉണ്ടാവുന്നതാണ് എന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 25 കോഴിക്കോട് വെച്ച് അവരെ യോഗം കൂടുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്തു. 1927 ഫെബ്രുവരി 7 താനൂരിൽ നടത്തപ്പെട്ട അതിവിപുലമായ 1-ാം സമ്മേളനത്തോടെയാണ് സമ്മേളന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. അതേ വർഷം ഡിസംബർ 31 പാലക്കാട് ജില്ലയിലെ മോളൂരിൽ 2-ാം സമ്മേളനവും 1929 ജനുവരി 7 വല്ലപ്പുഴ ചെമ്മൻകുഴിയിൽ 3-ാം സമ്മേളനവും 1930 മാർച്ച് 17 മണ്ണാർക്കാട് 4-ാം വാർഷിക സമ്മേളനവും നടന്നു. 1931 മാർച്ച് 11 മേലാറ്റൂരിനടുത്ത വെള്ളിയഞ്ചേരിയിൽ നടന്ന 5-ാം സമ്മേളനവും 1933 ഫറോക്കിൽ വെച്ച് നടന്ന 6-ാം സമ്മേളനവും ചരിത്രപ്രസിദ്ധങ്ങളായിരുന്നു. 1929 ചെമ്മൻകുഴി സമ്മേളനത്തിൽ വെച്ചാണ് സംഘടനയുടെ മുഖപത്രമായി അൽബയാൻ മാസിക തുടങ്ങാൻ തീരുമാനിച്ചത്. അതേ വർഷം ഡിസംബറിൽ അൽബയാന്റെ പ്രഥമ ലക്കം 1-ാം പുസ്തകം പുറത്തിറങ്ങി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു മുഖ്യപത്രാധിപർ. ഒരു ഇടവേളയ്ക്ക് ശേഷം 1950 ഒക്ടോബറിൽ വീണ്ടും അൽബയാൻ പുറത്തിറങ്ങി. ആദ്യം കാടേരി മുഹമ്മദ് മുസ്ലിയാരും തുടർന്ന് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുമായിരുന്നു മുഖ്യപത്രാധിപന്മാർ. പണ്ഡിത പ്രമുഖനായിരുന്ന കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ 1945 മെയ് 27-28 തീയതികളിൽ പട്ടിക്കാടിനടുത്ത കാര്യവട്ടം നടന്ന സമ്മേളനം സമസ്തയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. പ്രാഥമിക മതപഠനത്തിന് വ്യവസ്ഥാപിത രീതി ആവശ്യമാണെന്ന പിൽക്കാലത്ത് മദ്രസാ പ്രസ്ഥാനത്തിന് പ്രചോദനമായ ആശയം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തിയത് ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഈ കാണുന്ന വീട് സമസ്തന്റെ യോഗ അവിടെ നടന്നെന്ന് കേരളത്തിലുള്ള ഉലമാക്കൾ എല്ലാവരും സംഘടിച്ച് മുഷാവറത്ത് ചെയ്ത് ജമാഅത്തേരോട് എങ്ങനെ കൂടികയുണ്ട് സുന്നികൾ എന്ന് തീരുമാനിച്ച ഒരു വീടാണ്. ആ ജനങ്ങളാകെ തിങ്ങി അറിഞ്ഞു നിന്റെ കാഴ്ചയിലെന്ന് അത് നിന്റെ കാഴ്ചപ്പെട്ടതാണ്. 1947 കോഴിക്കോടിനടുത്ത മീഞ്ചന്തയിൽ നടന്ന 17-ാം സമ്മേളനവും 1950 വളാഞ്ചേരിയിൽ നടന്ന 18-ാം വാർഷിക സമ്മേളനവും 1951 വടകരയിൽ ചേർന്ന 19-ാം വാർഷിക സമ്മേളനവും സമസ്തയുടെ ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളാണ്. 1996 മാർച്ച് 29, 30, 31 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് പരലക്ഷങ്ങൾക്ക് ആതിഥ്യമരുളിയ 70-ാം വാർഷിക സമ്മേളനം ഈ പരമ്പരയിലെ 25-ാമത്തേതായിരുന്നു. കളങ്കമുക്തമായ ഇസ്ലാമിക ആശയങ്ങളുടെ കാവലാളുകളായി കടന്നുപോവുകയും ആദർശമഹിമയുടെ സംഘബോധത്തിന് ചിറക് പിടിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ മഹാമനീഷികളുണ്ട്. നിസ്വാർത്ഥതയുടെ നിറകുടങ്ങളും വ്യക്തിവിശുദ്ധിയുടെ പൂനിലാവുകളുമായ അവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് ഈ പരമാധികാര പണ്ഡിതസഭയുടെ ആസ്തി. ഖായിദുൽ ഖൗം ബാഫക്കി തങ്ങളും പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ
മുസ്ലിം കൈരളിയുടെ കുലപതി PMSA പൂക്കോയത്തങ്ങളും ആത്മപ്രഭയുടെ ഒളിമങ്ങാത്ത സ്വരൂപം സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളും നോവുന്ന ഹൃദയത്തിന്റെ വിതുമ്പുന്ന സ്മരണയായി ഇന്നും നിലകൊള്ളുന്ന സയ്യിദ് ഉമറലി ശിഹാബ് തങ്ങളുമെല്ലാം അതിലെ സയ്യിദ് സൗഭാഗ്യങ്ങളാണ്. KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, മൗലാന അബ്ദുൽ ഖാദിർ ഫൽഫരി, മൗലാന അഹമ്മദ് കോയ ശാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, കാടേരി മുഹമ്മദ് മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നിവർ അതിന്റെ ആദ്യകാല സൂനങ്ങളായിരുന്നു. കേരളത്തിലെ സൂഫി പരമ്പരയിലെ ഗണനീയ വ്യക്തിത്വം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ആദർശവേദികളിൽ അഗ്നിജ്വാലകളായിരുന്ന EK ഹസൻ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹിമാൻ മുസ്ലിയാർ, പണ്ഡിത പ്രമുഖരും പ്രഭാഷണ പ്രതിഭകളുമായിരുന്ന പോന്താവനം N അബ്ദുള്ള മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, KK അബൂബക്കർ ഹസ്രത്ത്, സമസ്തയുടെ മാസ്റ്റർ ബ്രെയിനുകളായിരുന്ന MM ബഷീർ മുസ്ലിയാർ, നാട്ടിക V മൂസ മുസ്ലിയാർ, നിസ്വാർത്ഥ സേവനത്തിന്റെയും വ്യവസ്ഥാപിത പ്രവർത്തനങ്ങളുടെയും കരുതിവെപ്പുകളായിരുന്ന CH ഐദ്രോസ് മുസ്ലിയാർ, KP ഉസ്മാൻ സാഹിബ്, P അബൂബക്കർ നിസാമി, പരപ്പനങ്ങാടി TK അബ്ദുള്ള മൗലവി, വടക്കേ മലബാറിന്റെ അനുഗ്രഹമായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനും മാർഗദർശിയുമായിരുന്ന ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ എന്നിവർ അതിന്റെ കഴിഞ്ഞ തലമുറയിലെ പ്രഗൽഭമതികളായിരുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞുപോയി മണ്ണിൽ. വിദഅത്തിൻ മുന്നിൽ പ്രതിരോധ ശക്തിയായി, വിദഅത്തിൻ മുന്നിൽ പ്രതിരോധ ശക്തിയായി സത്യത്തിൻ കൈത്തിരി കാട്ടി. ഭൗതിക നേട്ടത്തിനപ്പുറമുള്ളോര നേട്ടത്തിൻ ചിന്തയിലൂട്ടി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞുപോയി മണ്ണിൽ. ജീവിതവിശുദ്ധിയുടെ അനിഷേധ്യ വ്യക്തിത്വവും പണ്ഡിത കേരളത്തിന്റെ അഭിമാനവുമായിരുന്ന കണ്ണിയത്തുസ്താദിന്റെ അധ്യക്ഷതയിൽ 1989 ഫെബ്രുവരി 18 ചേർന്ന സമസ്ത മുശാവറ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഗുരുവര്യരെ നിന്ദിച്ചതും ഗുരുതരമായ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതുമായിരുന്നു കാരണം. 1985 നവംബറിൽ മുതലക്കുളത്ത് നടന്ന ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ മർഹൂം സയ്യിദ് അബുൽ ഹസൻ അലി നദവിയോടൊപ്പം സമസ്ത സെക്രട്ടറി ഷംസുൽ ഉലമ വേദി പങ്കിട്ടതായിരുന്നു ഇദം പ്രഥമമായി അവർ പൊക്കിപ്പിടിച്ച ആരോപണം. അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ല മംഗലവും സിദ്ധിച്ചോ? ഒന്നും സിദ്ധിച്ചിട്ടില്ല, സിദ്ധിക്കുകയുമില്ല. അതേ നിരക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ ഈ മഹത്തായ പ്രവർത്തനത്തിൽ അസൂയ പൂണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ഒരു എതിർ സംഘടന രൂപീകരിച്ചു. സമസ്തയ്ക്ക് സമാന്തര സംഘടനയുണ്ടാക്കുകയും മദ്രസ പുസ്തകങ്ങൾ അനധികൃതമായി അച്ചടിച്ച് പിടികൂടപ്പെടുകയും ചെയ്ത ഇവർ ഉയർത്തിപ്പിടിച്ച ആരോപണവും അതിലപ്പുറവുമുള്ള അപരാധങ്ങളുമായി ഇപ്പോഴും നിരന്തരം അപമാനിതരായിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ഉസ്താദ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ സമസ്തയെ നയിക്കുന്നത്. 1950 കാലഘട്ടം. സമസ്തയുടെ സന്ദേശം ജ്വലിച്ചുയർന്ന സന്ദർഭം.
അന്ന് മതപഠനത്തിന് പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. പലയിടങ്ങളിലും ഓത്തുപള്ളികൾ പ്രവർത്തിക്കുന്നു. ഒരു മൊല്ലാക്കയും ഏതാനും വിദ്യാർത്ഥികളും മണലിലും മരപ്പലകയിലുമൊക്കെ എഴുതിയായിരുന്നു പഠിച്ചിരുന്നത്. മതപഠനം സാർവത്രികമാക്കുന്നതിനെക്കുറിച്ച് അന്നത്തെ സമസ്തയുടെ മഹോന്നതരായ പണ്ഡിതന്മാർ ഉണർന്നു ചിന്തിച്ചു. ഇത് വടകര കടപ്പുറത്തുള്ള വിശാലമായ മൈതാനം. ഇവിടെ 1951 മാർച്ചിൽ സമസ്തയുടെ ഐതിഹാസികമായ 19ാം സമ്മേളനം നടന്നു. കേരളീയ മുസ്ലിം വൈജ്ഞാനിക മണ്ഡലത്തിൽ നവോത്ഥാനത്തിന്റെ കാഹളം മുഴങ്ങിയ ഒരു മഹാസംഭവമായിരുന്നു പ്രസ്തുത സമ്മേളനം. കേരളത്തിനകത്തും പുറത്തുമായി വളർന്നു പന്തലിച്ച വിദ്യാഭ്യാസ പ്രസ്ഥാനമായ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് പിറവിയെടുത്തത് ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. 6 മാസത്തിനു ശേഷം പണ്ഡിതന്മാർ കോട്ടയ്ക്കലിനടുത്തുള്ള പുതുപ്പറമ്പിൽ ഒത്തുചേർന്നു. സമസ്തയുടെ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഹൃദ്യമായ ക്ഷണം സ്വീകരിച്ചായിരുന്നു അവരവിടെ ഒരുമിച്ചു ചേർന്നത്. ഇതാണ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ വീട്. ഇന്നും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. ഈ പള്ളിയും തൊട്ടടുത്തു തന്നെയുള്ള സ്കൂളും അദ്ദേഹം നിർമ്മിച്ചതു തന്നെ. വീടും പള്ളിയും വഖഫ് ചെയ്തിരിക്കുന്നു. അന്ന് അക്കാലത്ത് സമുദായത്തിന്റെ വിദ്യാഭ്യാസ വെളിച്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആ മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇതിനടുത്തു തന്നെയാണ്. 1951 സെപ്റ്റംബർ 17 വാളക്കുളത്തുള്ള ഈ പള്ളിയിൽ വെച്ചായിരുന്നു യോഗം. വാഹനങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് കിലോമീറ്ററുകളോളം ദൂരം ഇടവഴികളിലൂടെ സഞ്ചരിച്ചാണ് പണ്ഡിതന്മാർ ഇവിടെ എത്തിയിരുന്നത്. യോഗത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രവർത്തക സമിതി രൂപീകരിച്ചു. പാഠപുസ്തകങ്ങളും സിലബസുകളും തയ്യാറാക്കാൻ സമിതിയുണ്ടാക്കി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കൊയിലാണ്ടിയിൽ വാള് സംഘടിപ്പിച്ചുകൊണ്ടാണ് സംഘടനയ്ക്ക് ആദ്യ പ്രവർത്തന മൂലധനമുണ്ടാക്കിയത്. 1 വർഷം പൂർത്തിയാകുന്നതിനു മുമ്പ് 10 മദ്രസകൾക്ക് ബോർഡ് അംഗീകാരം നൽകി. അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളത്ത് സ്ഥാപിച്ച ബയാനുൽ ഇസ്ലാം മദ്രസയ്ക്കാണ് ഒന്നാമതായി അംഗീകാരം നൽകിയത്. പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പെൺകുട്ടികൾക്കു വേണ്ടി സ്ഥാപിച്ച മദ്രസത്തുൽ ബനാത്ത് ആണ് രണ്ടാമത്തേത്. നിരവധി പ്രതിസന്ധികളെയും പ്രതിഷേധങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും അതെല്ലാം സധൈര്യം അതിജീവിച്ച വിദ്യാഭ്യാസ ബോർഡിന് പിന്നീടൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വൻ മുന്നേറ്റമായിരുന്നു പിന്നീടിങ്ങോട്ട്. വിദ്യാഭ്യാസ ബോർഡ് ഇന്നും അതുല്യമായ ജൈത്രയാത്രയിലാണ്. 1951 മതവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രത്യേക സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. പള്ളിക്കൂടങ്ങളിലും ഓത്തുപുരകളിലുമൊക്കെ ചിഹ്നിച്ചിതറിയ രൂപത്തിലുള്ള ഖുർആൻ വായിക്കാൻ പഠിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു മതവിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പാഠ പദ്ധതി ഉണ്ടായി, പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ തയ്യാറാക്കി, അതിനാവശ്യമായ പരിശീലനം നേടിയ മുഅല്ലിംകളെ തയ്യാറാക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. കേരളത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും ആ തരത്തിലുള്ള വ്യവസ്ഥാപിതമായ ശാസ്ത്രീയമായ ഒരു പ്രവർത്തനം കാണാൻ തന്നെ സാധിക്കുകയില്ല. മറ്റ് പല പ്രദേശങ്ങളിലും ചിലപ്പോൾ വലിയ കോളേജുകൾ കാണാം, വലിയ പണ്ഡിതന്മാരെ കാണാം. അതൊക്കെ ശരിയാണെങ്കിലും സാധാരണക്കാർക്കിടയിൽ ഇസ്ലാമിൻ്റെ പ്രാഥമിക പഠനം നൽകാൻ ആവശ്യമായ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ ഒരു പദ്ധതി നിലവിൽ വരുത്തിയതും അത് പ്രചരിപ്പിച്ചതും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. ജംഇയ്യത്തുൽ മുഅല്ലിമീനിൻ്റെ പ്രവർത്തനം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു കീഴ്ഘടകം എന്നതിലുപരി
സ്വന്തം നിലക്ക് തന്നെ പ്രവർത്തിച്ച് കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ മാതൃകാപരമായ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ന് അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. അത് മുഖേന ജമിയത്തുൽ മുഅല്ലിമീൻ എന്ത്, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ത് എന്ന് ഒരിക്കൽ കൂടി ബഹുജനങ്ങൾക്ക് മനസ്സിലാകാൻ അവസരം ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. കേരളത്തിനു പുറമെ കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, മലേഷ്യ, UAE, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലായി ബോർഡിന് ഇന്ന് 8758 മദ്രസകളുണ്ട്. 5,05,978 ആൺകുട്ടികളും 4,98,672 പെൺകുട്ടികളുമടക്കം 10,04,650 കുട്ടികൾ എല്ലാ മദ്രസകളിലുമായി പഠിക്കുന്നു. 1,00,000-ഓളം അധ്യാപകർ ഈ മദ്രസകളിൽ സേവനം ചെയ്യുന്നു. മുഅല്ലിമീങ്ങളുടെ പ്രവർത്തനമാണ് കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ളതായിരിക്കുന്ന ദീനീ പഠനത്തിന് തുടക്കം കുറിക്കുന്നത്. അവിടെ ആ പ്രവർത്തനം ശരിയായി വന്നെങ്കിൽ തന്നെ മേലോട്ടുള്ളതായിരിക്കുന്ന ആ പ്രവർത്തനങ്ങളും അത് നേരിൽ വരാൻ സാധ്യതയുള്ളൂ. മുഅല്ലിമീങ്ങൾ ഇവിടെ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും അവർ ആ നിലക്ക് സൂക്ഷ്മതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതാ നിയമാനുസൃതമായിരിക്കുന്ന നിലക്ക് തന്നെ പ്രവർത്തനത്തിൽ അത് കൊണ്ടുവരാനുള്ളതായ എല്ലാ വഴികളും കണ്ടെത്തി അതിനെ കുട്ടികൾക്ക് അതിൽ പകർത്തിക്കൊടുക്കുകയും ചെയ്യേണ്ടത് മുഅല്ലിം സമൂഹത്തിനുള്ളതായിരിക്കുന്ന കടമയാണ്. അവരെ കണ്ടും അവരുടെ വാക്കുകളും അവർ പഠിപ്പിക്കുന്നതുമാണ് ഇവിടെ ഇസ്ലാമിനുള്ളതായ അടിത്തറ. അങ്ങനത്തെ ആ മുഅല്ലിം സംഘടനയെ ഇവിടെ നിലനിർത്തേണ്ടത് നമ്മളെ ബാധ്യതയാണ്. അതിൻ്റെ ജൂബിലി വിജയകരമാക്കണമെന്ന് എല്ലാ സുന്നി പ്രവർത്തകരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേരളത്തിലെ മനോഹരമായ ഒരു സുപ്രഭാതം. അറിവിന്റെ മധു നുകരാൻ കുരുന്നുമക്കൾ ദീനീ വേഷത്തിൽ അച്ചടക്കത്തോടെ മദ്രസകളിലേക്ക് നീങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ പഠന സംവിധാനങ്ങളാണ് മദ്രസകളിലുള്ളത്. ലളിതമായ പാഠപുസ്തകങ്ങൾ, കുറ്റമറ്റ അധ്യയന മാർഗങ്ങൾ, പാഠപുസ്തകങ്ങൾ തയ്യാർ ചെയ്യുന്നതിനും ലഭ്യമാക്കുന്നതിനും നൂതന സംവിധാനങ്ങൾ. വിജ്ഞാനത്തിൻ പൂവനികൾ നമ്മുടെ മദ്രസകൾ, സൗഹാർദ്ദത്തിൻ കേന്ദ്രങ്ങൾ പാവന മദ്രസകൾ, ദീനബോധം പകർന്നിടുന്ന സുന്ദര മദ്രസകൾ, ദീർഘവീക്ഷണമോടെ മഹാന്മാർ പടുത്ത മദ്രസകൾ. അധ്യാപകർക്ക് പ്രത്യേകം പരിശീലനങ്ങൾ, ട്രെയിനിംഗ്, ഹിസ്ബ്, പ്രത്യേക യോഗ്യതാ പരീക്ഷകൾ, കേന്ദ്രീകൃത മൂല്യനിർണയ ക്യാമ്പുകൾ. മാലിക് ബിൻ ദീനാറും അനുചരന്മാരും വന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മുടെ കേരളത്തിൽ എത്തിക്കുകയുണ്ടായി. 921 ശേഷം പല വിധത്തിലുള്ള ആശയങ്ങളും പലരും കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഉമറാക്കളുമെല്ലാം ഇറങ്ങിത്തിരിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകിയത്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടുത്തെ ആധികാരിക പണ്ഡിത സംഘടനയായി അന്നു മുതൽ ഇന്ന് വരെ നിലനിന്ന് വരികയാണ്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സൃഷ്ടിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളുമാണ്. മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ നല്ല നിലക്ക് മനഃശാസ്ത്രപരമായിക്കൊണ്ട് പഠിപ്പിക്കുവാൻ നമ്മുടെ മുഅല്ലിം സമൂഹത്തിന് സാധിക്കുന്നു എന്നത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ആരെങ്കിലും പറഞ്ഞതുപോലെ
നമ്മുടെ മദ്രസകൾ ഒരിക്കലും തന്നെ തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ ആസ്ഥാനങ്ങളല്ല, മറിച്ച് ഒരു തുറന്ന പുസ്തകമാണ്. നല്ല സംസ്കാര സമ്പന്നരായ സമൂഹത്തെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ സമസ്തക്കും അതിൻ്റെ കീഴിൽ ഉള്ള എല്ലാ ഘടകങ്ങൾക്കും സഹായിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജനുവരി 30, 31, ഫെബ്രുവരി 1 ഈ ദിവസങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണല്ലോ. 1-ാം തീയതി കടപ്പുറത്ത് ഒരു വലിയ സമ്മേളനവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ സംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ. فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر ഉസ്താദുമാരുടെ ഖുർആൻ പഠനശേഷി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഹിസ്ബ് ക്ലാസാണിത്. ബോർഡിന്റെ ആദ്യ ആസ്ഥാനം പരപ്പനങ്ങാടി ബയാനിയയിലെ ഈ ഓഫീസ് മുറിയായിരുന്നു. പിന്നീട് ചേളാരിയിലേക്ക് മാറ്റി. വിദ്യാഭ്യാസ ബോർഡ് ഓഫീസ് പരപ്പനങ്ങാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കോഴിക്കോടായിരുന്നു ജമിയത്തുൽ മുഅല്ലിമീൻ ഓഫീസ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് 2 ഓഫീസും ചേളാരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 1970 ഡിസംബർ 24 ഇന്ന് തലയെടുപ്പോടെ ആധുനിക സംവിധാനങ്ങളോടെ ഓഫീസ് പ്രവർത്തിക്കുന്നു. മതവിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒരു ലോകവിസ്മയമായി വളർന്നു കഴിഞ്ഞു. ഇതിനകം 32 ലക്ഷത്തിലധികം കുട്ടികൾ 5, 7, 10 +2 പൊതുപരീക്ഷയിൽ വിജയിച്ച് സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഇത് കേരള മുസ്ലിമീങ്ങളിൽ 45% വരും എന്നത് സമസ്ത താഴെത്തട്ടിൽ എത്രമാത്രം സ്വാധീനവും ഇടപെടലുകളും നടത്തി എന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരു തെളിവാണ്. മദ്രസ വിദ്യാഭ്യാസം കേരളത്തിലെ പോലെ ഇത്ര വ്യവസ്ഥാപിതമായും ഭംഗിയായും കാര്യക്ഷമമായി നടക്കുന്ന മറ്റു പ്രദേശങ്ങൾ അത്യപൂർവമാണെന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ അതിൻ്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളുടെ 50 വർഷം പിന്നിട്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്നുള്ളൊരു വേദി വൈജ്ഞാനികമാം മുന്നേറ്റത്തിന് നിദാനമായൊരു കർമ്മവേദി വ്യവസ്ഥയോടെ വിദ്യാഭ്യാസ ബോർഡിനു കീഴിൽ മുന്നേറുന്നു. നാട്ടിലും ഗൾഫിലും ദ്വീപിലും ഇതര സംസ്ഥാനങ്ങളിലുയരുന്നു. മദ്രസ നറുമണം പകരുന്നു, മദ്രസ നറുമണം പകരുന്നു. വിജ്ഞാനത്തിൻ പൂവനികൾ നമ്മുടെ മദ്രസകൾ, സൗഹാർദ്ദത്തിൻ കേന്ദ്രങ്ങൾ പാവന മദ്രസകൾ. അധ്യാപകരുടെ ക്ഷേമത്തിനായി സേവന വേതന വ്യവസ്ഥയുണ്ട്. അധ്യാപനമൊരു കലയായി മാറ്റും ഇൻ സർവീസ് കോഴ്സുകളുണ്ട്. കുരുന്നുകൾക്ക് കുരുന്നുകളും മുഅല്ലിമിന് മുഅല്ലിം മാസിക നല്ല കുടുംബിനിയാകാനുതകും കുടുംബമാസിക സേവനമോർക്കുക. സമസ്ത നന്മകൾ ചൊരിയുന്നു, സമസ്ത നന്മകൾ ചൊരിയുന്നു. വിജ്ഞാനത്തിൻ പൂവനികൾ നമ്മുടെ മദ്രസകൾ, സൗഹാർദ്ദത്തിൻ കേന്ദ്രങ്ങൾ പാവന മദ്രസകൾ. വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ സമസ്തയുടെ സേവനവും വളർച്ചയും ചരിത്രത്തിൽ എക്കാലത്തും വെട്ടിത്തിളങ്ങി നിൽക്കും. മദ്രസകൾക്ക് പുറമെ ആയിരക്കണക്കിന് മതഭൗതിക സ്ഥാപനങ്ങൾ സമസ്തയ്ക്കുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ.
ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, സമുദായത്തിന്റെ ഓജസ്സും തേജസ്സുമായ അഭിമാന സ്തംഭങ്ങൾ. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ അധ്വാനവും ആത്മബന്ധുരമായ ദാനധർമ്മങ്ങളുമാണ് നാടുകൾ തോറും മദ്രസകൾ പടുത്തുയർത്തുന്നതിൽ സഹായകമായത്. മതപ്രഭാഷണ വേദികളിലൂടെ പണം സ്വരൂപിച്ചും ജനകീയ പ്രയത്നങ്ങളിലൂടെയും മദ്രസകൾക്ക് സ്ഥലസൗകര്യങ്ങളും ബിൽഡിങ്ങുകളും ഫർണിച്ചറുകളും ഒരുങ്ങി. ഇന്ന് നഗരങ്ങളുടെ, ഗ്രാമങ്ങളുടെ കണ്ണായ സ്ഥലങ്ങളിൽ സമസ്തയുടെ ശബ്ദവും സന്ദേശവും അടയാളവുമായി തലയെടുപ്പോടെ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ പ്രാർത്ഥനാ മനസ്സോടെ സ്മരിക്കാം. അല്ലാഹുവേ, നിന്റെ ദീനിന് സേവനം ചെയ്തവർക്ക് അർഹമായ പ്രതിഫലം നൽകണമേ. ശൈഖൂന TKM ബാവ മുസ്ലിയാരാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ്. ശൈഖൂന KT മാനു മുസ്ലിയാർ ജനറൽ സെക്രട്ടറി. ട്രഷറർ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. സമസ്തയുടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ അണിയറ ശില്പികൾ മദ്രസ അധ്യാപകരാണ്. മദ്രസകൾ ജനകീയമാക്കാനും ശരിയായ രീതിയിൽ അറിവ് പകർന്നു നൽകാനും അവർ കാണിച്ച, സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മോത്സുകത ചെറുതല്ല. മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. മദ്രസയുടെ ആരംഭകാലം മുതൽക്കേ ചെറിയ ചെറിയ അധ്യാപക കൂട്ടായ്മകൾ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടു വന്നിരുന്നു. 1956 മുതൽ പെരിന്തൽമണ്ണ, തിരൂർ, തിരൂരങ്ങാടി ഭാഗങ്ങളിൽ അനൌദ്യോഗിക റേഞ്ച് കമ്മിറ്റികൾ പ്രവർത്തിച്ചു തുടങ്ങി. വ്യത്യസ്ത മദ്രസകളിലെ അധ്യാപകർ ഒരിടത്ത് ഒരുമിച്ചുകൂടി അധ്യാപന പുരോഗമന ചർച്ചകൾ നടത്തുകയായിരുന്നു പതിവ്. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ അന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ല, അത്ര അതിൻ്റെ വ്യാപ്തി. കാസർഗോഡ് ജില്ലയിലെ മുക്കാൽ സ്ഥലങ്ങളിൽ പര്യടനത്തിലൂടെയാണ് നമ്മൾ പ്രവർത്തനം സംഘടിപ്പിച്ചത്. പര്യടനം കാൽനടയായിട്ട് തന്നെയാണ്. അത് റേഞ്ചായിട്ട് പര്യടനം സംഘടിപ്പിക്കും. പര്യടനത്തിലൂടെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നത്. അന്ന് വളരെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ റേഞ്ച് കമ്മിറ്റികൾ പലയിടങ്ങളിലും പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അതിനൊരു കേന്ദ്രീകൃത രൂപരേഖയും വ്യവസ്ഥകളും വേണമെന്ന് പണ്ഡിതന്മാർ ചർച്ച തുടങ്ങി. അങ്ങനെയാണ് 1959 സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ രൂപീകൃതമാവുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അതിൻ്റെ 50-ാം വാർഷികം ഈ വരുന്ന ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യത്തിലുമായി നടത്താൻ തീരുമാനിച്ച് ഒരു വർഷക്കാലമായി അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളെ വേണ്ടത്ര പഠിപ്പിക്കാൻ പ്രാപ്തരാക്കി തീർക്കുക, അവർക്കാവശ്യമായ കോഴ്സുകളും പരീക്ഷകളും ഒക്കെ ഏർപ്പെടുത്തി അധ്യയന വിഷയത്തിലെ ഏറ്റവും കഴിവുള്ളവരാക്കി അവരെ വളർത്തിയെടുക്കുക എന്നതാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ പ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സഹായ സഹകരണത്തോടുകൂടി നടപ്പിൽ വരുത്തി. മറ്റു ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെക്കാൾ കഴിവും പ്രാപ്തിയുള്ളവരാക്കി ലക്ഷക്കണക്കിൽ അധ്യാപകന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ നേതാക്കന്മാരെ പല പദ്ധതികളും ആവിഷ്കരിച്ച് മുഅല്ലിം സുഹൃത്തുക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ വല്ല രോഗം പിടിപെടുകയോ അതല്ലെങ്കിൽ താമസിക്കാൻ വീടില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരികയോ അല്ലെങ്കിൽ സ്വന്തം മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരികയോ ഒക്കെ ചെയ്താൽ ഒരു പരിധിവരെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായ രീതിയിൽ മുഅല്ലിം ക്ഷേമനിധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 10-65 വയസ്സായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ കഴിയാതെ മദ്രസയിൽ പിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് കൈപ്പറ്റാവുന്ന വിധത്തിൽ ഒരു പെൻഷൻ പദ്ധതി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടപ്പാക്കി വന്നിരിക്കുകയാണ്. ഈ 50 വർഷക്കാലം കൊണ്ട് ആർക്കും കാണാനും കേൾക്കാനും പഠിക്കാനും പകർത്താനും പറ്റാവുന്ന വിധത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും മുഅല്ലിങ്ങളെ സഹായിക്കാനും സമുദായത്തിന് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സാധിച്ചിട്ടുണ്ട്. ഈ സംഘടന കേരളത്തിനകത്തും പുറത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മർഹൂം KK അബൂബക്കർ ഹസ്രത്ത്, മർഹൂം KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, മർഹൂം P അബൂബക്കർ നിസാമി, മർഹൂം
KP ഉസ്മാൻ സാഹിബ്, MM ബഷീർ മുസ്ലിയാർ, MP ഹസൻ മുസ്ലിയാർ തുടങ്ങിയ കർമ്മകുശലരും അദ്വിതീയരുമായ പണ്ഡിത മഹത്തുക്കളുടെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വളർന്നു. ഇന്ന് കേരള മുസ്ലിം ശബ്ദത്തിൽ തീർത്തും വ്യതിരിക്തവും ശ്രദ്ധേയവുമായി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മാറിയിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡും മറ്റു കീഴ്ഘടകങ്ങളുമൊക്കെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സവിശേഷമായ ഒരു മുഖഛായ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നത് ഏറെ ദുഷ്കരമായ ഒരു ഉത്തരവാദിത്വമാണ്. യഥാർത്ഥത്തിൽ അക്കാര്യമാണ് സമസ്തയും വിദ്യാഭ്യാസ ബോർഡും മറ്റു കീഴ്ഘടകങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതബോധവും ധർമ്മചിന്തയും ഇല്ലാത്ത ഒരു സമൂഹം മാനവികമായി അങ്ങേയറ്റം അധപ്പതിച്ചു പോകുമെന്നും അവരുടെ അസ്തിത്വം സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി തീരുമെന്നും എല്ലാ ആളുകൾക്കും ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യം വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും കേരളത്തിലെ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ അസ്തിത്വം, അവരുടെ സാംസ്കാരിക അവസ്ഥ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ വ്യത്യാസം നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതേതര വിദ്യാഭ്യാസവും കരസ്ഥമാക്കി ആരോഗ്യകരമായൊരു സാമൂഹിക ജീവിതം നയിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ 85 വർഷത്തിലേറെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെയും അതിൻ്റെ നാനാവിധ കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ ഗുണഫലമാണ് ഇത്. കർമ്മപാതയിൽ 50 ആണ്ട് പിന്നിട്ട സംഘടന ഇതിനകം ശ്രദ്ധേയമായ പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. നിസ്വാർത്ഥരായ അധ്യാപക വൃന്ദത്തിന്റെ ക്ഷേമ പുരോഗതികളിൽ ശ്രദ്ധയൂന്നി മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് നേതൃത്വം നൽകി സംഘടന മുന്നേറുന്നു. The standards of Kerala Muslims are far higher than the standards anywhere else in our country. Samasta Jamiyatul Ulama, that means the teachings of Islam. ജംഇയ്യത്തുൽ മുഅല്ലിമീന് ഇന്ന് 396 റേഞ്ച് ഘടകങ്ങളും 17 ജില്ലാ കമ്മിറ്റികളുമുണ്ട്. 1,00,000-ഓളം അംഗങ്ങളും. അധ്യാപകരുടെ ക്ഷേമ പുരോഗതിക്കായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടന ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. സർവീസ് ആനുകൂല്യം, ക്ഷേമനിധി, ഡെപ്പോസിറ്റ് സ്കീം, പെൻഷൻ, സർവീസ് അവാർഡ്, സേവന അവാർഡ്, വിവാഹം, വീട് നിർമ്മാണം തുടങ്ങിയവയ്ക്കുള്ള സഹായ പദ്ധതികൾ, ഇൻ സർവീസ് കോഴ്സുകൾ, മോഡൽ ക്യാമ്പുകൾ, പാഠപുസ്തക ശില്പശാലകൾ തുടങ്ങിയവ ചിലതു മാത്രമാണ്. 1977 മുതൽ പ്രവർത്തനമാരംഭിച്ച മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സാമ്പത്തിക സഹായമായി വിതരണം ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹം, ഭവന നിർമ്മാണം, രോഗചികിത്സ, വിധവാ സംരക്ഷണം, മയ്യത്ത് പരിപാലനം, അത്യാഹിതം എന്നിവയ്ക്ക് സഹായം നൽകി വരുന്നു. അധ്യാപകരിൽ സമ്പാദ്യ സുരക്ഷിതത്വബോധം വളർത്താനും ഭാവി ജീവിതത്തിൽ തുണയേകാനുമുള്ള നിക്ഷേപ പദ്ധതി സംഘടനയുടെ മറ്റൊരു സംരംഭമാണ്. ഈ ഫണ്ടിന്റെ വിപുലീകരണാർത്ഥം ഇടിമൂഴിക്കലിൽ 2 നില വാടക കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ഇത് വനിതാ ശരീഅത്ത് കോളേജ്. സ്ത്രീ സമൂഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിർത്താനും തങ്ങളിൽ അർപ്പിതമായ ഉത്തമ സമൂഹ സൃഷ്ടിപ്പിനുതകുന്ന മതവിജ്ഞാനം നൽകാനുമാണ് കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത്. അഫ്ളലുൽ ഉലമ ഡിഗ്രിയോടൊപ്പം മതവിഷയങ്ങളിലും പ്രാവീണ്യം നൽകുന്നു. ജംഇയ്യത്തുൽ മുഅല്ലിമീന് കീഴിൽ 4 ആനുകാലികങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. അൽ മുഅല്ലിം മാസിക, മദ്രസ അധ്യാപക സമൂഹത്തിന്റെ സ്പന്ദനവും മദ്രസ പ്രാസ്ഥാനിക ചലനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രസിദ്ധീകരണം. ഇസ്ലാമിക സംസ്കാരവും സവിശേഷതകളും വിളിച്ചോതുന്ന പ്രൗഢമായ ലേഖനങ്ങൾ. സന്തുഷ്ട കുടുംബം മാസിക, മുസ്ലിം കുടുംബ സദസ്സുകളിൽ
ആവേശത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായ പ്രസിദ്ധീകരണം. പുതിയൊരു വായനാ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ലക്ഷക്കണക്കിന് വായനക്കാരുള്ള കുടുംബിനിയുടെ ഇഷ്ടകൂട്ടുകാരി. മലയാളത്തിൽ ഏറ്റവുമധികം സർക്കുലേഷനുള്ള ഇസ്ലാമിക പ്രസിദ്ധീകരണം. സനാതന ധാർമ്മിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കുകയും സമൂഹപാതിയായ കുടുംബിനികൾക്ക് മാർഗദർശനമേകുകയുമാണ് സന്തുഷ്ട കുടുംബം മാസികയുടെ ലക്ഷ്യം. കുരുന്നുകൾ മാസിക. കുട്ടികൾക്ക് അറിവും ആനന്ദവും ഒരുപോലെ നൽകുന്ന അവരുടെ പ്രിയപ്പെട്ട പ്രസിദ്ധീകരണം. കുരുന്നു മനസ്സുകളെ സദ്വായനയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് അറിവും വിവേകവുമുള്ളവരാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. സർഗാത്മകതയും ജന്മവാസനകളും ഇസ്ലാമിക ചുറ്റുപാടുകളിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് പക്വതയുള്ള നവതലമുറയെ സൃഷ്ടിക്കാൻ കുരുന്നുകൾ മാസിക പരിശ്രമിക്കുന്നു. കുരുന്നുകളു കന്നഡ മാസിക. കുരുന്നുകൾ മാസിക കന്നഡ ഭാഷയിലും പുറത്തിറങ്ങുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലൂന്നി സമൂഹത്തിന്റെ ശരിയായ സംസ്കൃതിക്കും ധാർമ്മികോന്നമനത്തിനുമുതകുന്ന ഇസ്ലാമിക സാഹിത്യങ്ങൾ ലഭ്യമാക്കാനുള്ള സംഘടനയുടെ സംരംഭമാണ് മുഅല്ലിം പബ്ലിഷിംഗ് ബ്യൂറോ. പുസ്തക പ്രസാധനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ബ്യൂറോ സുന്നി എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും പ്രോത്സാഹനമാകുന്ന പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർഗപരിപോഷണത്തിനായി 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക കലാമേള സംഘടനയുടെ ശ്രദ്ധേയമായ ചുവടുവെപ്പാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാമേളയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കലാമാമാങ്കത്തിന് 1987 തുടക്കം കുറിച്ചത്. ഇഖ്റ എന്ന വാക്യം കൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ തുടക്കം തന്നെ കുറിച്ചത്. വായിക്കുക, പഠിക്കുക എന്നതാണ് അതിൻ്റെ നിർദ്ദേശം. ഏറ്റവും മഹത്തമായ കാര്യം അറിവാണെന്ന് ഈ വാക്യത്തിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തത്. ഇങ്ങനെയുള്ള ഈ മഹത്തായിരിക്കുന്ന അറിവുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം ഇവിടെ ജീവിക്കുകയുള്ളൂ. അതിൻ്റെ പ്രവർത്തനം കൂടുതൽ കട്ടുറപ്പോടുകൂടെ കൊണ്ടുപോകാൻ വേണ്ടി ജമിയത്തുൽ മുഅല്ലിമീൻ എന്നൊരു സംഘടന സമസ്തയുടെ കീഴിൽ രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ മഹത്തായിരിക്കുന്ന ജൂബിലി ആഘോഷമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അത് വളരെയധികം ഭംഗിയായി നടത്തപ്പെടാൻ നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കർമ്മമേഖലയിൽ അഭിമാനത്തിന്റെ 50 ആണ്ടുകൾ പിന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ വളരെ വിപുലമായ രീതിയിൽ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ധന്യതയുടെ ഈ ഹർഷമുഹൂർത്തങ്ങളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലം സംഘടനയുടെ വളർച്ചയിൽ നിസ്വാർത്ഥ സേവനങ്ങൾ അർപ്പിച്ച അധ്യാപകർ, വിദ്യാർത്ഥികൾ, സംഘാടകർ, നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവരെ ഞങ്ങൾ നന്ദിപൂർവം സ്മരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 1959 അന്ന് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടി രൂപം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ. സംഘടനയുടെ ഈ 50-ാം വാർഷികം 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമ്മേളനത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് സംസ്ഥാനത്തിൻ്റെ പുറത്ത് 3 ജില്ലകളടക്കം 17 ജില്ലകളിൽ ജില്ലയിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മുഅല്ലിമിന് മുഅല്ലിം മൻസിൽ എന്ന പേരിൽ ഒരു വീടുണ്ടാക്കി നൽകുക എന്നതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് പലവരും പലവിധത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ട്. 50-ാം വാർഷികം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ജനുവരി 30-31 തീയതികളിൽ പ്രതിനിധി സമ്മേളനങ്ങളും ഫെബ്രുവരി 1-ാം തീയതി സമ്പൂർണ്ണ സമ്മേളനവും നടത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും സമൂഹത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഉണർത്തിക്കൊള്ളുന്നു. 50-ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നത്.
2008 ഫെബ്രുവരി 1 മുതൽ 2009 ഫെബ്രുവരി 1 വരെയുള്ള കാലയളവിൽ സമയബന്ധിതമായ പരിപാടികളും സമ്മേളനങ്ങളും സാമൂഹ്യ സേവനങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നു. അധാർമിക പ്രവണതകൾക്കെതിരെ ബോധവൽക്കരണം, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തൽ, സമസ്തയുടെ സംഘടനാ പ്രവർത്തനം വിപുലീകരണം, അധ്യാപന രംഗം ശാസ്ത്രീയമാക്കൽ, പ്രസിദ്ധീകരണ രംഗം വിപുലീകരണം, 17 ജില്ലാ ഘടകങ്ങളിൽ നിർധനരായ മദ്രസ അധ്യാപകർക്ക് വീട് നിർമ്മിച്ചു നൽകൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. പലതും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. 2009 ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്തു നടക്കുന്ന മഹാസമ്മേളനത്തോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും. ഈ കോഴിക്കോട് ആസ്ഥാനമായി തന്നെയാണ് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സമസ്തയുടെ പ്രാമാണിക നേതാവായിരുന്ന പാങ് ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, അവർ ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തനത്തിന് ശരിക്കുള്ള ഒരു ബേസ് ബഹുജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് നടത്തിയ ഒരു പോരാട്ടം, ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കാലഘട്ടത്തിൽ പഴയ ആളുകൾക്ക് ഓർക്കാൻ സാധിക്കും. നമുക്കറിയാം, കോഴിക്കോട് വലിയങ്ങാടിയിൽ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ പാണ്ഡികശാല, അരിപ്പീടികയുമായി മറ്റും ബന്ധപ്പെട്ട് തൊട്ടു തന്നെ ഉള്ള മുദാക്കര ജമാഅത്ത് പള്ളി, അതിൻ്റെ തൊട്ടായിരുന്നു സമസ്തയുടെ ആദ്യകാലത്ത് പ്രസ് പ്രവർത്തിച്ചിരുന്നത്. ഹൽവ ബസാറിലായിരുന്നു സമസ്തയുടെ വളരെ കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓഫീസ് ഉണ്ടായിരുന്നത്. സമസ്തയുടെ ഊന്നുവടി എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നി യുവജന സംഘമാണ് സംഘടനയുടെ ഏറ്റവും കരുത്തുറ്റ കീഴ്ഘടകം. 1961 കക്കാട് വെച്ച് നടന്ന 21ാം വാർഷിക സമ്മേളനമാണ് SYSനെ സമസ്തയുടെ കീഴ്ഘടകമായി ഔപചാരികമായി അംഗീകരിച്ചത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ സംഘടനയെ നയിക്കുന്നത്. 84 സുന്നി യുവന സംഘം നിലവിൽ വന്നത്. ബഹുമാനപ്പെട്ട എൻ അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാക്കി അദ്ദേഹം സുന്നി യുവന സംഘത്തിൻ്റെ സാരഥിയായി നിലവിൽ വന്നു. അന്നാണ് വെള്ളുവനാട്ടിലും ഏറനാട്ടിലും സജീവമായതിൻ്റെ പ്രവർത്തനം തുടർന്നു വന്നത്. അടുത്ത കാലത്തായി സമസ്തയിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അതിനെ തുടർന്നുകൊണ്ട് സുന്നി യുവന സംഘത്തിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളാണ് ഏറ്റെടുത്തത്. ഉമർ അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ സെക്രട്ടറി സ്ഥാനം ബഹുമാനപ്പെട്ട CH ഐദുറൂസ് മുസ്ലിയാർ തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് അനാചാര പ്രവർത്തനങ്ങൾക്കെതിരിൽ, അതുപോലെ തീവ്രവാദത്തിനെതിരിൽ, ഭീകരവാദത്തിനെതിരെയുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളും പര്യടനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ശാന്തിയാത്ര അതിൽപ്പെട്ട ചിലതാണ്. അങ്ങനെ വളരെയധികം സജീവമായി ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. സുന്നി അഫ്കാർ വാരിക സംഘത്തിന്റെ ഔദ്യോഗിക മുഖപത്രമാണ്. ഉലമ ഉമറ കൂട്ടായ്മയിലൂടെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷനെ 1989 ജനുവരി 16 ചേർന്ന മുശാവറയാണ് സമസ്തയുടെ കീഴ്ഘടകമായി അംഗീകരിച്ചത്. ഷെയ്ഖുന ഷംസുൽ ഉലമ പ്രസിഡന്റും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സെക്രട്ടറിയും ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി ട്രഷററുമായതായിരുന്നു പ്രഥമ സ്റ്റേറ്റ് കമ്മിറ്റി. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പ്രസിഡന്റും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സെക്രട്ടറിയും ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി ട്രഷററുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ സംഘടനയെ നയിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ സമസ്തയുടെ സന്ദേശം പ്രചരിപ്പിക്കാനും മതബോധം വളർത്താനുമായി രൂപീകൃതമായ കീഴ്ഘടകമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. 1989 ഫെബ്രുവരി 19 കോഴിക്കോട് വെച്ച് രൂപീകൃതമായി. വിദ്യാർത്ഥികളുടെ ധാർമ്മികമായ ഉദ്ഗ്രഥനത്തിനും മതബോധനത്തിനും മറ്റുമായി സംഘടന ശ്രദ്ധേയമായ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൗവത്തിനായുള്ള ഇബാദ്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി ട്രെൻഡ്, മുഖപത്രം സത്യധാര ദ്വൈവാരിക, കാഫില ചാനൽ പ്രോഗ്രാം, പ്രവാസി മഹൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള സഹചാരി തുടങ്ങിയവ സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കോഴിക്കോട് റെയിൽവേ ലിങ്ക് റോഡിലുള്ള
ഇസ്ലാമിക് സെന്ററാണ് ആസ്ഥാനം. ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഇത് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിജ്ഞാനം, വിനയം, സേവനമെന്ന മഹത്തായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥി തലമുറയിൽ ധാർമ്മികത വളർത്തുവാനും അവരെ ദീനി പ്രബോധന രംഗത്ത് സജീവമാക്കുവാനും അതുപോലെ നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്ന അധാർമികതയ്ക്ക് അതിനെതിരെ ശബ്ദമുയർത്തുവാനും നാട്ടിൽ സമാധാനവും ശാന്തിയും സൗഹൃദവും വളർത്തുന്ന പ്രവർത്തക പാരമ്പര്യമാണ് SKSF പിന്തുടരുന്നത്. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും നാസർ ഫൈലി കൂടത്തായി ജനറൽ സെക്രട്ടറിയുമാണ്. ഖുർആാനിക പഠനത്തിന്റെ ജനകീയ സഭയാണ് ഖുർആൻ സ്റ്റഡി സെന്റർ. SKSFന്റെ നേതൃത്വത്തിൽ വളരെ ഉദാത്തമായ സേവനമാണ് ഖുർആൻ സ്റ്റഡി സെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം സെന്ററുകളിലായി 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രതിവാരവും ദ്വൈവാരവും മാസാന്തവുമായി ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അരക്ഷിതരും അശിക്ഷിതരുമായ ഒരു സമൂഹം നമ്മുടെ ചെറുപ്പക്കാരിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ മഹിതമായ സന്ദേശം അവരിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഖുർആൻ സ്റ്റഡി സെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ആരോഗ്യകരമായ ഈ പ്രവർത്തനം ആ ശ്രമകരമായ ഒരു ദൗത്യത്തിന്റെ കീഴിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കീഴിലുള്ള ഈ പ്രവർത്തനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് കുടുംബവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും SKSFന്റെ വിദ്യാർത്ഥികൾ അവരാണ് ഇത് നിലനിൽക്കുന്നതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥ മേഖലയിലും വിദ്യാസമ്പന്നർക്കിടയിലും വേറിട്ടൊരു സംസ്കാരം വളർത്തിയെടുക്കാനും സമസ്തയുടെ സന്ദേശമെത്തിക്കാനും സ്ഥാപിതമായ സംഘടനയാണ് സമസ്ത കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ. ഉദ്യോഗസ്ഥ വൃന്ദത്തിനിടയിൽ വേരുറച്ചിരിക്കുന്ന അധാർമികതകളെ പിഴുതെറിയാൻ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ UVK മുഹമ്മദ് പ്രസിഡന്റും അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ജനറൽ സെക്രട്ടറിയും ഡോക്ടർ PM കുട്ടി ട്രഷററുമാണ്. സമസ്തയോടും അതിന്റെ പ്രവർത്തനങ്ങളോടും ചെറുപ്രായത്തിലെ ആഭിമുഖ്യം വളർത്തുക, വിദ്യാർത്ഥികൾക്ക് ശരിയായ മാർഗദർശനം നൽകുക, അവരുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിലുള്ള വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സുന്നി ബാലവേദി. സമസ്തയുടെ മദ്രസകളിലെ 10 ലക്ഷം വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടന 1993 ഡിസംബർ 24 ചേളാരിയിൽ വെച്ച് നടന്ന സംഘടനയുടെ ഐതിഹാസിക സമ്മേളനത്തിലാണ് രൂപീകൃതമായത്. എല്ലാ മദ്രസകളും ബാലവേദിയുടെ യൂണിറ്റുകളായി ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ കുരുന്നുമക്കളെ ദീനിയായി ജീവിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ 8700-ലധികം മദ്രസയിലെ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ സംഘടനയാണ് സമസ്ത കേരള സുന്നി ബാലവേദി. ഈ മഹത്തായ സംഘടന ഇന്ന് എല്ലാ മദ്രസകളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളിൽ നിന്നും പിഞ്ചു കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സമസ്ത കേരള സുന്നി ബാലവേദി എന്ന മഹത്തായ സംഘടന ഇന്ന് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടമാണുള്ളത്. മദീന മുനവറാലങ്കൃതമായ ഈ മൂവർണ്ണ പതാക മുസ്ലിം കേരളത്തിന്റെ തേര് തെളിച്ച ഈ പണ്ഡിത സഭയുടെ ജീവൽ പ്രതീകമാണ്. കറകളഞ്ഞ വിശ്വാസവും തുഷാരബിന്ദുവിന്റെ വിശുദ്ധിയും പാൽധവളമയാർന്ന ഹൃദയവുമുള്ള പരസഹസ്രം അനുഗ്രഹീത ജന്മങ്ങൾ നെഞ്ചോട് ചേർത്തുപിടിച്ചാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. നാം ഇത് ഏറ്റുവാങ്ങുക. ആത്മീയ വിജയത്തോടൊപ്പം ആധുനിക പുരോഗതിയും സാക്ഷാത്കരിക്കാൻ ഈ സംഘശക്തിയിൽ അംഗമാവുക. വിനഷ്ടമാകുന്ന ആയുസ്സിന്റെ ഭാഗങ്ങളിൽ നിന്ന് അലിഞ്ഞുതീരുന്ന അപാര അനുഗ്രഹങ്ങളിൽ നിന്ന് അല്പമെങ്കിലും ആത്മാർത്ഥതയോടെ സമസ്തയ്ക്കു വേണ്ടി മാറ്റിവെക്കുക. കേരള മുസ്ലിം ഉമ്മത്തിന് ആവശ്യമായ ദിശാബോധവും അതിലേറെ ആദർശ സുരക്ഷയും നൽകി സമസ്ത മുന്നേറുകയാണ്. ഈ അശ്വമേധത്തെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താനാകില്ല. ഇമാം മഹ്ദി മുസ്ലിം ലോകത്തെ ഏറ്റെടുക്കുന്നതുവരെ നിസ്വാർത്ഥതയുടെ ഈ പണ്ഡിത പടയണി സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നിഷ്കളങ്കതയ്ക്ക്
നാശമില്ല, ആത്മാർത്ഥതയ്ക്ക് മരണവുമില്ല. തിന്മയുടെ വേതാളന്മാർ നിരാശപ്പെടുക തന്നെ ചെയ്യും. തഖ്വയിലും അല്ലാഹുവിന്റെ തൃപ്തിയിലും തന്റെ കെട്ടിടം അടിയുറപ്പിച്ചവനോ, അതല്ല മണ്ണിടിഞ്ഞു പോയതിനാൽ ഉൾഭാഗം പൊള്ളയായി നിൽക്കുന്ന നദിയുടെ ഓരത്ത് തന്റെ കെട്ടിടം അടിയുറപ്പിക്കുകയും എന്നിട്ട് തന്നെയും കൊണ്ട് ആ ഭവനം നരകാഗ്നിയിൽ ആപതിച്ചു പോവുകയും ചെയ്തവനോ, ആരാണ് ഉത്തമൻ? അക്രമികളായ ജനതയെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്നത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. മർഹൂം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹനീയർ ചെയ്ത് ബാഫക്കിയും. മർഹൂം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹനീയർ ചെയ്ത് ബാഫക്കിയും. മുത്തായ പൂക്കോയ തങ്ങളും ഹാമിദ് കോയമ്മ തങ്ങളും ഉമറലിയും. കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും മൗലാന അബ്ദുൽ ബാരിയും കാടേരിയും. മർഹൂം അഹ്മദ് കോയശാലിയാത്തി മനസ്സിൽ നിറയുന്ന നൊമ്പരമായി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ. അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ. സൂഫി വര്യനം ബാപ്പു മുസ്ലിയാരും ശംസുൽ ഉലമയും കണ്ണിയെത്തും. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അണ്ടോണ ഉസ്താദും ഓർമ്മകളായി. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും കോട്ട അബ്ദുൽ ഖാദിർ മാനിതരും. ഈ കെ ഹസൻ മുസ്ലിയാരും കോട്ടുമല ഐനിക്കാടും കെ വി പറവണ്ണയും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ. അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ. കെ കെ ഹസ്രത്തും ഹൈദ്രോസ് മുസ്ലിയാരും ഉസ്മാൻ സാഹിബും നാട്ടികയും. മർഹൂമെമ്മം ബഷീറും നിസാമിയും കോഴിയോട്ട് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഉസ്താദമാനത്ത് കോയണ്ണി മുസ്ലിയാരും അബ്ദുള്ള മുസ്ലിയാർ പൂന്താവനവും. ബേപ്പൂർ മുഹമ്മദ് കോയ മുസ്ലിയാരും ഇമ്പിച്ചി മുസ്ലിയാരും സ്മരണയായി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ. അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ. ഈ വഴിത്താരയിൽ കാലഘട്ടത്തിൻ്റെ ദൗത്യവുമായി വന്ന പണ്ഡിതന്മാർ നേതൃത്വമേകും സമസ്ത ഉലമതൻ പൂങ്കൊടിയേന്താം പുളകമോടെ. ഈ വഴിത്താരയിൽ കാലഘട്ടത്തിൻ്റെ ദൗത്യവുമായി വന്ന പണ്ഡിതന്മാർ നേതൃത്വമേകും സമസ്ത ഉലമതൻ പൂങ്കൊടിയേന്താം പുളകമോടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ. അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ. ബിദ്അത്തിൻ മുന്നിൽ പ്രതിരോധ ശക്തിയായി, ബിദ്അത്തിൻ മുന്നിൽ
പ്രതിരോധ ശക്തിയായി സത്യത്തിൻ കൈത്തിരി കാട്ടി. ഭൗതിക നേട്ടത്തിനപ്പുറമുള്ളോര നേട്ടത്തിൻ ചിന്തയിലൂട്ടി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ. ഇത് പരിപൂർണമെന്ന് അവകാശപ്പെടുന്നില്ല. വല്ല അപാകതയും വന്നെങ്കിൽ ക്ഷമിക്കണം.